ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഈ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് ഉറപ്പാണ് സൗണ്ട് പുറത്തോട്ട് കേൾക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ആക്ഷൻ ഇടാം, പിന്നെ സൗണ്ട് കൊടുക്കാം. ഞാനും അഭിലാഷേട്ടനും ശ്രീതേട്ടനും കൂടെ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് ഒന്ന് രണ്ടുപേരോടെ കയറും. അത് നമുക്ക് പോകുന്ന വഴിയിൽ കാണാം ആരൊക്കെയാണെന്ന്. അതിലെ ഒരാളാണ് നമ്മുടെ സ്വന്തം അപ്പമാമൻ അമ്പലപ്പുഴയ്ക്ക് പോകും. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ കയറ്റി. അതുപോലെ തന്നെ അനിച്ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. ചേട്ടനാണ് ഇന്ന് ഡ്രൈവിംഗ് സീറ്റിൽ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് പ്ലാൻ ഒക്കെ ചെയ്യുന്നത്. നമുക്ക് ആലപ്പുഴ ബീച്ചിലോട്ട് പോകാം. അങ്ങനെ ആലപ്പുഴ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇറങ്ങി ഒന്ന് ശൂശൊക്കെ വെച്ച്. പൊതു സ്ഥലങ്ങളിൽ ശൂശി വെക്കാൻ പാടില്ല, പ്രത്യേക അറിയിപ്പ്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ ലാൻഡ് ചെയ്തു ഗൈസ്. ആലപ്പുഴ റീച്ച്ഡ്. ഇത് നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ ആ സ്പോഞ്ച് കൊണ്ടുള്ള എന്താ പറയാ, വള്ളം എന്താ പറയാ, അതിൽ മീൻ പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടെ പോയി വലയിട്ട് ആ പുള്ളിയുടെ ഒരു ധൈര്യം, ആ പുള്ളിയുടെ ഒരു ആരോഗ്യം അല്ലേ, അമേസിങ്. ഞാനത് ആലോചിക്കുകയാണ്. ഓക്കെ, ഇവര് സ്ഥിരം കുഞ്ഞിലോട്ട് കാണുന്നതാണ്, പോകുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് കാണുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. പുള്ളി ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആൾക്കാരൊക്കെ ഒത്തിരി പേര് കൂടി. അതിൻ്റെ ഒരു കാക്കച്ചട്ടൻ, അത് ഒറ്റയ്ക്ക് വന്നേക്കവൻ. അവൻ ഒറ്റയ്ക്ക് വന്നവനാടാ, അവൻ മോൺസ്റ്ററാടാ. അതിൻ്റെ ഒരു ധൈര്യം, അതിനും പേടിയൊന്നുമില്ല. എനിക്കൊന്ന് പുള്ളിയുടെ സ്ഥിരം ആളാന്ന് തോന്നുന്നു. പല ആൾക്കാർ അവനെ മണ്ണൊക്കെ ഓടിക്കാനൊക്കെ നോക്കി, പക്ഷെ അത് പോയിട്ടേ ഇല്ല. അത് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ആലപ്പുഴ ബീച്ചിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ പാരാഗ്ലൈഡിങ് കേട്ടോ. 4500 രൂപയാണെന്നാണ് ഞാൻ കേട്ടത്. ആക്ച്വലി ഞാൻ ആ ഏരിയ പോയില്ല, കാരണം ഞാൻ ഇപ്പം കയറാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ശ്രീതേട്ടൻ മാത്രമേ ജസ്റ്റ് കടലിറങ്ങി കേട്ടോ. ബാക്കി ആരും ഇറങ്ങിയില്ലേ. ബാക്കി ഞങ്ങളൊക്കെ പരിഷ്കാരികളായിരുന്നു. അപ്പോഴാണ് ഇതേ ഓർമ്മ പോകുന്ന മേലിൽ കൂടെ അതൊക്കെ കണ്ട് ശ്രീതേട്ടൻ ആക്ച്വലി അവിടെ ഇറങ്ങി നിന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പോഴേക്കും രാത്രിയായപ്പോൾ പിന്നെ ഞങ്ങൾ പയ്യെ ആ പഴയ കടൽപ്പാലത്തിന്റെ വ്യൂ ഒട്ടേ കാണുന്നത്. അവിടുന്ന് ശ്രീതേട്ടൻ വീണ്ടും വീട്ടില്ല ഫോട്ടോ എടുത്ത് ശ്രീതേട്ടന്റെ ഫോട്ടോയാണ് മൊത്തം ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നൈറ്റ് വ്യൂ ഒക്കെ അവിടെ ഇരുന്ന് നടന്നും ഒക്കെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് മുളക് ബജ്ജിയൊക്കെ എല്ലാം കഴിച്ച് ഞങ്ങൾ ആസ്വദിച്ച് പയ്യെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പയ്യെ തിരിച്ച് ഞങ്ങൾ വിട്ടു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു ഗൈസ്.